കൊച്ചി കലൂരിൽ കുടിവെള്ളം കിട്ടാതെ വലഞ്ഞ് ജനങ്ങൾ. ജലവിതരണം സംവിധാനം തകരാറിലായിട്ട് 10 ദിവസത്തിന് മുകളിലായി. വാട്ടർ അതോറിറ്റിയിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. 10 ദിവസത്തിലധികമായി കൊച്ചി നഗരത്തിന്റെ വിവിധ മേഖലകളിൽ കുടിവെള്ള വിതരണം നിലച്ചിരിക്കുകയാണ്. ആസാദ് റോഡ്, ആശ്രമം ലൈൻ, വൈലോപ്പിള്ളി റോഡ് തുടങ്ങിയ മേഖലകളിലൊന്നും വെള്ളമില്ല. പലതവണ പരാതിപ്പെട്ടെങ്കിലും വാട്ടർ അതോറിറ്റി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതോടെയാണ് പ്രതിഷേധം കടവന്ത്ര വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് എത്തിയത്. ഞങ്ങൾ ഒരു മാസത്തിൽ കൂടുതലായി ചെറുതായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഒരു 15 ദിവസമായിട്ടൊരു തുള്ളി വെള്ളം വരുന്നില്ല. ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഈ കടവന്ത്ര മേഖലയിൽ, അതുപോലെ തന്നെ കലൂര്, പൊന്നുരുന്നി, തമ്മനം, പൊന്നുരുന്നി ഭാഗങ്ങളിൽ, വെണ്ണല ഭാഗങ്ങളിൽ ഈ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുന്നത്. ആലുവയിൽ നിന്ന് കൊച്ചി നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് പൊട്ടിയതാണ് പ്രശ്നത്തിന് കാരണം. ഇത് പരിഹരിച്ച് ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. 9-ാം തീയതി പമ്പിങ്ങിൽ എല്ലാ ലൈനുകളിലും എയറാണ്. ടാങ്കറിനുള്ള കാര്യത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. അത് ഞങ്ങളുടെ വാട്ടർ അതോറിറ്റിയുടെ സീനിയർ ആയിട്ടുള്ള സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, കൊച്ചി PH സർക്കിളിന്റെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇവരെല്ലാവരുടെയും ഒരു അനുമതിയും ഒരു ഡയറക്ഷനോട് കൂടി മാത്രമാണ് നമുക്കതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. വിഷയത്തിൽ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും ഇടപെട്ടു. ഇതോടെ താൽക്കാലികമായി നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. എത്രയും വേഗം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. അമൃത ന്യൂസ്, കൊച്ചി.